ഇന്ന് ഓച്ചറ പോയായിരുന്നു. ഓച്ചറ പോയപ്പോൾ അവിടെ കണ്ണിമാങ്ങ ഇരിക്കുന്നു, അച്ചാറിടാൻ പറ്റിയ കണ്ണിമാങ്ങ. അത് ഞാൻ കൊണ്ടുവന്ന് അരിഞ്ഞെടുത്തണ്ട്. ഈ പരുവത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. കണ്ണിമാങ്ങ അച്ചാറിടുന്ന ഈ പരുവത്തിൽ അരിഞ്ഞുണ്ട്. അതൊരു കഷ്ണം എടുത്ത് വെച്ച് നമ്മൾ ചോറുണ്ടാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഈ പരുവത്തിന് ഞാൻ അരിഞ്ഞുകൊണ്ട് അച്ചാറിടാൻ പോവാണ്. ആവശ്യമുള്ളവർ എൻ്റെ നമ്പർ ഞാൻ നമ്മുടെ യൂട്യൂബിൽ എൻ്റെ ചാനലിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ അറിയിക്കുക, വിളിച്ച് പറയുക. എവിടെയാണെന്ന് വെച്ചാലും അയച്ചു തരാവുന്നതാണ്. എല്ലാവരും വാങ്ങണം. നല്ല അച്ചാറാണ്. മാങ്ങ ഉണ്ട്, നാരങ്ങ ഉണ്ട്, നെല്ലിക്ക ഉണ്ട്, പാവയ്ക്ക ഉണ്ട്, വെളുത്തുള്ളി അച്ചാറുണ്ട്. ആവശ്യമുള്ളവർ അറിയിക്കണേ. അപ്പോൾ നമുക്ക് അച്ചാറിന് ഇടാൻ തുടങ്ങാം. ചട്ടി ചൂടായി, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ചെണ്ണയ്ക്കകത്താണ്, പച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. എണ്ണ ചൂടായി, നമുക്ക് ഇച്ചിരി ഉലുവ കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. കടുകെല്ലാം പൊട്ടി ഇനി നമുക്ക് മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്ത്, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇട്ട്, കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്ത് എണ്ണയ്ക്കകത്തൊന്ന് ഇളക്കിയെടുത്ത് പൊടിയെല്ലാം മൂത്തപ്പോൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് മസാല എല്ലാം റെഡിയായി. നമുക്ക് മാങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കാം. കണ്ണിമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ണിമാങ്ങ അച്ചാർ ഇടുമ്പോൾ നല്ല ഈ പരുവത്തിലേ ആകാവുള്ളൂ. വലിയ കഷ്ണമാണ്. നമ്മൾ അതിൻ്റെ ചാറ് കൂട്ടി ചോറുണ്ണാനും പഴഞ്ചോറ് കഴിക്കാനും ഒക്കെ സൂപ്പറാണ്. മുഴുവനെ ഇട്ട് വേണമെങ്കിൽ നമുക്ക് അച്ചാറിടാം. പക്ഷേ അണ്ടി മുറ്റിയതായതുകൊണ്ട് അത് ഇടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കണ്ടിച്ചിട്ടേക്കുന്നത്. തെറ്റിദ്ധരിക്കരുത്. മാങ്ങാണ്ടി മുറ്റിയതെന്നാണ് ഞാൻ പറഞ്ഞത്. ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് മാങ്ങാണ്ടി മുറ്റിയ മാങ്ങ ആയതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിച്ചിട്ടത്. ചെറിയ കണ്ണിമാങ്ങ കിട്ടുവാണെങ്കിൽ, അണ്ടി മുറ്റാത്ത മാങ്ങ ആണെങ്കിൽ അച്ചാറിടാൻ സൂപ്പറാണ്. നമുക്ക് അത് മുഴുവനും എടുത്ത് ചവച്ച് അരച്ച് തിന്നാനും ഒക്കെ സൂപ്പറാണ്. ഇതുപോലെല്ലാണ്ടോ എൻ്റെ പൊന്നോ, എന്തൊരു നല്ല അച്ചാർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആവശ്യമുള്ളവർ അറിയിക്കണേ. നമ്പർ കൊടുത്തേക്കാം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം. ബൈ.